ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ളൊരു ദിവസമാവട്ടെ. അതിപ്പോൾ ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെ ആവട്ടെ. ഇന്നിവിടെ പതിവ് പോലെ രാവിലെ നന്ദുവിന് സ്കൂളിൽ ടിഫിൻ കൊടുത്തു വിടാനുള്ള ജോലിയിലാണ്. ഇവിടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ April 1 സ്റ്റാർട്ടായി. ഇനി May 1 സ്കൂൾ വീണ്ടും ക്ലോസ് ചെയ്യും. പിന്നെ ജൂണിൽ വീണ്ടും ഓപ്പൺ ആവും. അങ്ങനെയാണ്. സ്കൂൾ ടൈം മോർണിംഗ് 7:30 to 1:30 ആണ്. അപ്പോൾ ലഞ്ചിന് മുന്നേ വീട്ടിൽ വരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ സ്കൂളിൽ നോൺ വെജ് അലൗഡ് അല്ല. അപ്പോൾ വെജ് തന്നെ ഡെയിലി എന്തെങ്കിലും കൊടുത്തു വിടേണ്ടി വരും. എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ അവനും മടുക്കും. ഇന്ന് ചപ്പാത്തിയിൽ പനീർ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു പനീർ റോളാണ് കൊടുത്തുവിടുന്നത്. പനീർ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പനീർ റോൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ്, സവോള, ക്യാപ്സിക്കം, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പുതിന, മല്ലിയില, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇത് ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അതിനുശേഷം മല്ലിയില, പുതിനയില, പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. വെജിറ്റബിൾസ് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നെക്സ്റ്റ് അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. ആദ്യമേ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റൊക്കെ കുക്കാവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ അരച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം, പുതിന മല്ലിയില പേസ്റ്റ്. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യാം. പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ഇത്തിരി മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒരു പേരിന് വേണ്ടി ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ കുരുമുളക് പൊടി ഇത്തിരി അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച്, ചില കുട്ടികൾക്ക് എരിവ് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ പനീർ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ ക്യൂബ്സ് അല്ല, കാരണം ഇത് ചപ്പാത്തിയിൽ ആണ് റോൾ ചെയ്യുന്നത്, അപ്പോൾ ഇത്തിരി നീണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി വെജിറ്റബിൾസിലോട്ട് പനീർ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചപ്പാത്തിയിലോട്ട് ഈ ഫില്ലിംഗ് വെച്ചിട്ട് കുറച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജ് മയണൈസാണ് ഞാൻ യൂസ് ചെയ്തത്, വാങ്ങിയ മയണൈസാണ്. വീട്ടിലുണ്ടാക്കിയ മയണൈസ് ആണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. എനിക്ക് വീട്ടിലുണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ വാങ്ങിയ മയണൈസാണ് യൂസ് ചെയ്തത്. ഇനി ആ ചപ്പാത്തി നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ പനീർ റോൾ റെഡിയായി. മയണൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ കുറച്ച് ബട്ടറിൽ 1 സ്പൂൺ മൈദ ഇട്ട് പാലൊഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ട് തിക്കായിട്ട് ഇളക്കിയെടുത്ത് അതിൽ കുറച്ച് പെപ്പർ പൗഡർ ഇടുമ്പോൾ വൈറ്റ് സോസ് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ കൊടുത്തു വിടാറില്ല. എന്താണോ ഉണ്ടാക്കുന്നത് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. മറ്റുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തിരിച്ച് ടിഫിൻ കൊണ്ടുവരുമ്പോൾ നന്ദുവിൻ്റെ ടിഫിനിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ. വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ.